മോൻ അറിയോ ഈ അങ്കിളിനെ? ഇത് പിടിച്ചേ മോനെ, അങ്കിളിന്റെ വക ഒരു സമ്മാനം. സാറല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്റെ പേര് ഭൈരവൻ. സാറിനെ കാണാൻ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. വരട്ടെ? ശരി. സാറിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാമായിരുന്നില്ലേ? നമ്മൾ പൂഴ്ത്തിവെച്ച തെളിവുകളൊക്കെ അയാൾ സംഘടിപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ എത്ര ശക്തമായി വാദിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. താനൊക്കെ പിന്നെ എന്തിനാണ് വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നത്? വാദിഭാഗം വക്കീലിനെ സ്വാധീനിച്ച് കാര്യം സാധിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് തന്റെ ആവശ്യം എന്തിനാ? ഭൈരവൻ അയാളെ അറിയാൻ വയ്യാത്തോണ്ടാ. വാദം തുടങ്ങിക്കഴിഞ്ഞാൽ അയാളൊരു സിംഹമാ. നിങ്ങൾ പ്രതിയും വക്കീലും കൂടി ഇങ്ങനെ വഴക്കടിക്കാതെ സംഗതിക്ക് ഒരു പരിഹാരം കാണു. എന്റെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. ആരുടെയും ജോലി തെറിക്കാനൊന്നും പോകുന്നില്ല. അയാളുടെ മോന് ഞാൻ കൊടുത്ത പ്രസന്റേഷൻ തുറന്നു നോക്കുമ്പോ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ മനസ്സ് താനെ മാറും. കണക്കിന് നോട്ട് കാണുമ്പോ മനസ്സ് മാറുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ടാകാം. പക്ഷേ നന്ദകുമാറിന്റെ മനസ്സ് മാറുമെന്ന് ഭൈരവ മുതലാളി സ്വപ്നം കാണണ്ട. അന്വേഷണോദ്യോഗസ്ഥനും പ്രതിയും പ്രതിഭാഗം വക്കീലും ഒരുമിച്ചിരുന്നൊരു മദ്യപാൻ. കൊള്ളാം. ഹലോ, ഈ സൗഹൃദം കോടതിയിലും കാണിക്കണം കേട്ടോ? ഓക്കെ. അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഒടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്. എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചനെ മമ്മി എന്ന് വിളിച്ചാൽ മതി. മമ്മിന്നോ മങ്കിന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോ ഇത്ര ധൃതി? മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ, ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേട്ടനോട് പല അയ്യോ, ഞാൻ നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. പിന്നെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് വിട്ടിരുന്നാ മതിയോ? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ. ഇന്നാ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ ചെയ്യും. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തെന്നോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല, പറഞ്ഞു കാണും. ഉണ്ണിയേട്ടൻ മറന്നതാ. മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി, ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ, ഇപ്പൊ കുട്ടിയും പോയി. പ്രസവിക്കാത്ത മൊട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ, ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ട എടുത്ത് വാക്കാത്ത് വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. ഇന്നെന്താ ഊണും ഉറക്കൊന്നും ഇല്ലേ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചോറ് ഉടമ്പ് വെച്ചിട്ട് നീ കിടന്നു. ഇതെന്തായി കുത്തിക്കുറിക്കുന്നത്? തിങ്കളാഴ്ച ഗായത്രി മീനോൻ കൊലക്കേസിന്റെ വിസ്താരം തുടങ്ങുക. അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എനിക്കും വരാലോ വിസ്താരം കേൾക്കാൻ? ഓ, കൊണ്ടുപോവാമേ. ഇപ്പൊ എന്നെ പൊന്നു പോയി കിടന്നു ഉറങ്ങിയാട്ട്. ഇത് കണ്ട കൊണ്ടുവന്നല്ല. മോൻ ഉറക്കം വരുന്നുണ്ട്. അവന് പാല് കൊടുത്തിട്ട് കിടത്തി ഉറക്കം. കൊച്ചുവക്കിൽ ഏത് നേരം ഉറക്കേ ഉള്ളൂ. കുംഭകർണൻ ഉറങ്ങേണ്ട പ്രായമല്ലേ ഇത്? ഉറക്കത്തിലാ കുഞ്ഞുങ്ങൾ വളരുന്നത്. കൊണ്ട് കിടത്ത. നമുക്കേ പാല് കുടിച്ചേച്ച് ഉറങ്ങാം.
മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആതിരയാണ് ഈ കത്തെഴുതുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബന്ധത്തിന് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് എതിർപ്പാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വയ്യ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള നിങ്ങളെ വഞ്ചിക്കാനാവാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നെഴുതുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആലോചനയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അത് ഞാൻ എഴുതിയ ഈ കത്തിന്റെ പേരിലാണെന്ന് ദയവായി എന്റെ അച്ഛനെ അറിയിക്കരുത്. നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആതിര. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? നന്ദേട്ടനെ ഞാൻ എത്ര വിളിച്ചു? ഇവിടെ വന്നിരിക്കുകയാണോ? ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. ആലോചിച്ച മതി, വന്ന് കിടക്ക്. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്ന് ആലോചിച്ചോളൂ, ഞാനൊരു ശല്യമാവുന്നില്ല. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ്ങി പോന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാൽ കടിച്ചു കീറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ, ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ടാ. അതാ മോള് പോയി കിടന്ന് ഉറങ്ങിക്കൂ, അവൻ വന്നോളൂ. നന്ദേട്ടാ, ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ അങ്ങ് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ? ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ? അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല.